സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച ട്രിഗണോമെട്രി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. എല്ലാവരും കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ക്ലാസ്സിൽ നല്ല ഊർജത്തോടു കൂടി ഇരിക്കുക, വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. സിറ്റ്സി ഏകപക്ഷീയമായ ക്ലാസ് റൂം അല്ല, ഞങ്ങളും നിങ്ങളും പരസ്പരം സംവദിക്കുന്നു. കേരള സിലബസിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ററാക്റ്റീവ് ക്ലാസുകളിലൂടെ സംശയരഹിത പഠനവും മികച്ച വിജയവും ഉറപ്പാക്കുന്നു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്നു. ലൈവ് ക്ലാസുകൾക്ക് ശേഷം ക്ലാസുകളുടെ വീഡിയോ ലഭിക്കുന്നു. നോട്ട്സ് എപ്പോൾ വേണമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ നഷ്ടപ്പെടാതെ ആപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. പഠനം വിലയിരുത്താൻ രക്ഷിതാക്കൾക്കും അവസരം. ഓൺലൈനായി ടേം എക്സാമുകൾ, ഓരോ കുട്ടിക്കും വ്യക്തിഗത പരിഗണന, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾ, ഓൺലൈൻ പരീക്ഷകൾ, ഹോം ടെസ്റ്റുകൾ എന്നിവയിലൂടെ പഠനം വിലയിരുത്തപ്പെടുന്നു. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചായിരുന്നു, അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ട്രിഗണോമെട്രിക് റേഷ്യോസ്. അന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ പഠിച്ചു അല്ലേ? ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് 10ാം ക്ലാസ്സിൽ നമ്മൾ 3 റേഷ്യോസ് ആണ് പഠിച്ചത്: സൈന്, കോസ്, ടാന്. ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതും അതേപോലെ തന്നെ റേഷ്യോസ് ആണ്. ഞാനിവിടെ ആംഗിളിനെ എ എന്നോ അല്ല വേണ്ട, നമ്മൾ മുതിർന്ന കുട്ടികളായില്ലേ, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ആംഗിളിനെ തീറ്റ എന്ന് നമ്മൾ വിളിച്ചു. അത് ഡിഗ്രിയാണ് തീറ്റ. ഈ തീറ്റ വെച്ച് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. കണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. അത് വെച്ചുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതും അതിനോട് 3 ചോദ്യവും കൂടെ, 3 അഡീഷണൽ റിലേഷനും കൂടെ നമ്മൾ റേഷ്യോസും കൂടെ പഠിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ തന്നെ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡാണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് അടുത്തതെന്ന് പറയുന്ന കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറയുന്ന ടാൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് അഡ്ജസൻ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അടുത്ത നമുക്ക് സീക്ക് തീറ്റ എന്ന് പറയണം. സീക്ക് എന്ന് പറയുന്ന കോസിൻ്റെ റെസിപ്രോക്കലാണ്, അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് കൊസീക്ക് തീറ്റയാണ്. കൊസീക്ക് തീറ്റ എന്ന് പറയുന്ന സൈൻ്റെ റെസിപ്രോക്കലാണ്, അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇത്രയും നമ്മൾ
10ാം ക്ലാസ്സിൽ പഠിച്ച അതിനകത്ത് നമ്മൾ 10ാം ക്ലാസ്സിൽ ഈ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ 3 റിലേഷൻ പഠിച്ചു. സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചു. പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒക്കെ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ടാൻ ഉപയോഗിക്കാനും നിങ്ങൾ പഠിച്ചു. അതാ 3 എണ്ണം പറഞ്ഞു. നമ്മൾ കോട്ടും സീക്കും കൊസീക്കും അവിടെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അഡീഷണൽ ആയിട്ട് 3 ഇക്വേഷനും കൂടെ പഠിച്ചു. അവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ കോട്ട് തീറ്റ സീക്ക് തീറ്റ ആൻഡ് കൊസീക്ക് തീറ്റ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ അവിടെ പഠിച്ചേക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് അറിയേണ്ട അടുത്ത 2-3 ഇക്വേഷൻ ഉണ്ട്. അതായത് റെസിപ്രോക്കൽ ഇക്വേഷൻ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ അർത്ഥം വിൽക്രമം എന്നാണ്. റെസിപ്രോക്കൽ ഇക്വേഷൻ അതായത് കൊസീക്ക് തീറ്റ 1/sin തീറ്റ. 1/sin തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊസീക്ക് തീറ്റ. അതുപോലെ തന്നെ 1/കൊസീക്ക് തീറ്റയെ സൈൻ തീറ്റ എന്നും വിളിക്കാം. അതായത് സീക്ക് തീറ്റ സീക്വൽ ടു 1/ എന്താണ് കോസ് തീറ്റ. അതുപോലെ തന്നെ കോട്ട് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ എന്താണ് ടാൻ തീറ്റ. സൈൻ തീറ്റ കൊസീക്ക് തീറ്റ 1/sin തീറ്റ, സീക്ക് തീറ്റ 1/കോസ് തീറ്റ, കോട്ട് തീറ്റ 1/ടാൻ തീറ്റ. നമ്മൾ ഇക്വേഷനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. റേഷ്യോസ് എഴുതി, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ഇക്വേഷൻ എഴുതി. അടുത്ത ഒരു സെറ്റ് ഇക്വേഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷ്യൻ്റ് ഇക്വേഷൻ. കോഷ്യൻ്റ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ തന്നെ കോട്ട് തീറ്റ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. റിലേഷൻ നമ്മൾ റേഷ്യോസ് പറഞ്ഞു. സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, കോട്ട് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, സീക്ക് ഹൈപ്പോ ബൈ അഡ്ജസൻറ്റ്. എന്നിട്ട് നമ്മൾ കൊസീക്ക് നമ്മൾ പറഞ്ഞു. കൊസീക്ക് ഹൈപ്പോ ബൈ ഓപ്പോസിറ്റ്, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു റെസിപ്രോക്കൽ കൊസീക്ക് തീറ്റ 1/sin തീറ്റ, സീക്ക് തീറ്റ 1/ എന്താണ് കോസ് തീറ്റ, കോട്ട് തീറ്റ 1/ടാൻ തീറ്റ. കോഷ്യൻ്റ് ഇക്വേഷൻ പറഞ്ഞു ടാൻ തീറ്റയും കോട്ട് തീറ്റയും. കുറിച്ചെടുക്കാം. അടുത്തത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ തീറ്റ വെച്ചാണ് പഠിച്ചത്. നമ്മളിപ്പോൾ ഐഡൻറ്റിറ്റി ഒക്കെ എഴുതുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവസാനം പ്രോബ്ലത്തിനകത്തേക്ക് വരാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിനകത്ത് ഫസ്റ്റ് 1 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് അടുത്ത 2 ഇക്വേഷൻ നമുക്ക് എഴുതാം മക്കളെ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതാണ്ട് ഈ കോസിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. പഠിച്ചുകൊള്ളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കോസ് സ്ക്വയർ തീറ്റയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 1 കിട്ടും. അടുത്തതിനകത്ത് പഠിക്കേണ്ട സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അടുത്തത് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. രണ്ടാമത്തെ ഭാഗം എന്താണ്? സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അടുത്തത് നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റ കണക്കാക്കാം. സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ.
കണ്ടേ. അടുത്തത് ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് കണക്കാക്കാം. ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ -1. അല്ല, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇത് പഠിക്കുക. അന്നേരം അതിനകത്തും 2 ക്വസ്റ്റ്യൻ നമുക്ക് 2 ഇക്വേഷൻ പഠിക്കാം. ഇത് പഠിക്കുക, സി സ്ക്വയർ തീറ്റ 1 + ടാൻ സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ്, 1 ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ്, സി സ്ക്വയർ തീറ്റ -1. അരം സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, സി സ്ക്വയർ തീറ്റ സി ഈക്വൽ ടു 1 + ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ സി ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ -1. കണ്ടല്ലോ. അടുത്ത മൂന്നാമത്തതാണ് നമുക്ക് പഠിക്കേണ്ടത്. കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. കൊസീ സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടുന്ന് കണ്ട കൊസീ സ്ക്വയർ തീറ്റ നമ്മൾ എടുക്കുന്നു. കൊസീ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 + കോട്ട് സ്ക്വയർ തീറ്റ. കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീ സ്ക്വയർ തീറ്റ -1. താണ്ടേ ഇത്രയുമാണ് ഐഡൻറ്റിറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയും. നിങ്ങൾ ഈ ഇക്വേഷനൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ദിവസം നമ്മൾ ഇക്വേഷൻ ഒരു 5 മിനിറ്റ് നിങ്ങളടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കൂ. അപ്പോൾ താണ്ടെ സൈൻ സ്ക്വയർ തീറ്റ + കോസ് സ്ക്വയർ തീറ്റ 1, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ 1 - സൈൻ സ്ക്വയർ തീറ്റ, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അവിടുന്ന് നമ്മൾ സി സ്ക്വയറും ടാൻ സ്ക്വയറും കണ്ടുപിടിച്ചു. അടുത്ത ഐഡൻറ്റിറ്റീസ് നമ്മൾ എഴുതി വെച്ചു. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഐഡൻറ്റിറ്റി ഇക്വേഷൻ. താണ്ടെ ഈ 3 എണ്ണം പഠിച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് ആകെ 9 ഇക്വേഷനാണുള്ളത്. അരം ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുത്തിട്ട് പലതവണ ഉരുവിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചു മനസ്സിലാക്കി വെച്ചാണ്. എപ്പോൾ ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ നിങ്ങൾ എപ്പോൾ ഇതൊരു ചോദ്യം കണ്ടാലും ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു വരത്തക്ക രീതിയിലുള്ള രീതിയിൽ ഇക്വേഷൻ നിങ്ങൾ ബൈഹേർട്ടാക്കി വെച്ചിരിക്കണം. എഴുതിയെടുക്കുക. കണ്ട ഈ 2 ട്രയാങ്കിൾസ് ആണ്. ഇത് 45, 45, 90. 10ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻ എനി ട്രയാങ്കിൾസ് ഓഫ് ആംഗിൾസ് 45, 45, 90 sides are in the ratio 1:1:√2. ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു. ആ ട്രയാങ്കിളിൻ്റെ നമ്മൾ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1:1:√2 ആണെങ്കിൽ ആംഗിൾസ് 45, 45, 90 ആയിരിക്കും. ഇനി എനി ട്രയാങ്കിൾസ് ഓഫ് ആംഗിൾസ് 45, 45, 90 then sides are in the ratio 1:1:√2. അതിൻ്റെ റേഷ്യോ 1:1:√2 ആയിരിക്കും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു 30, 60, 90. ആ സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും. 30-നെതിരെ 1, 60-നെതിരെ √3, 90-ക്കെതിരെ 2. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡിഗ്രി നമുക്ക് കുറേ ആംഗിൾസ് വാല്യൂസ് പഠിക്കേണ്ടത്. ഇവിടെ തീറ്റ, ആ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിൻ്റെ റേഡിയൻ മെഷർ ഞാൻ എഴുതുന്നു. 30 എന്ന് പറഞ്ഞാൽ 5/6, ഇതിൻ്റെ റേഡിയൻ മെഷർ 5/4, ഇത് π/3, ഇത് π/2. അത് നമ്മൾ എഴുതി വെച്ചതാണ്. ഒന്നാമത് നമുക്ക് പഠിക്കേണ്ടത് സൈൻ. സൈൻ 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സൈൻ 30 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. സൈൻ 45 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. അടുത്ത സൈൻ 60 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. സൈൻ 91. കണ്ടല്ലോ മക്കളെ.
അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കോസ്. കോസും അതുപോലെ തന്നെ ആംഗിൾ നോക്കി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് നമുക്ക് പറയാം, ഇവിടെ നേരെ തിരിച്ചിങ്ങോട്ട് എഴുതിയാൽ മതി. 1 cos 0 എന്ന് പറയുന്നത് 1, കോസ് 30 എന്ന് പറയുന്നത് √3/2. ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും എഴുതിയാൽ മതി. കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. കണ്ടല്ലോ. അല്ലെങ്കിൽ കോസ് അതുപോലെ എഴുതിയിട്ട് കോസ് 30 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. കോസ് 45 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. കോസ് 60 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. ഇങ്ങനെ കിട്ടും. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ടാൻ ആണ്. ടാൻ പഠിച്ചു. സൈൻ ബൈ കോസ് ആണ് ടാൻ 0. 1/2 ഇതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√3. ഇവിടെ വരുമ്പോൾ 1, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ √3, ഇവിടെ വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ്. അതാണ് ഞാൻ നോട്ട് എന്ന് എഴുതിയേക്കുന്നത്. കണ്ടേ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സീക്കാണ്. സീക്ക് വേണ്ട കോട്ട്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തങ്ങ് പോവാം. കോട്ട് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം അടിയിലാണ് 1 കിടക്കുന്നത്. തിരിച്ചിടുമ്പോൾ 1/0 എന്ന് വരും. നോട്ട് ഡിഫൈൻഡ്. ഇവിടെ വരുമ്പോൾ √3, ഇവിടെ വരുമ്പോൾ 1, ഇവിടെ വരുമ്പോൾ 1/√3, ഇവിടെ വരുമ്പോൾ 0. അതാണ്ട് ഈ 0 നേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സീക്ക് തീറ്റ. കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1 2/√3. കണ്ടേ. അടുത്തത് √2, അടുത്തത് 2, അടുത്തത് നോട്ട് ഡിഫൈൻഡ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? കൊസീക്ക്. നമ്മൾ ആദ്യം ഒത്തിരി സ്പേസ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറ്റിപ്പോയത്. കൊസീക്ക് തീറ്റ സൈൻ്റെ റെസിപ്രോക്കലാണ്, നോട്ട് ഡിഫൈൻഡ് 2, അടുത്തത് √2, ഇതിൻ്റെ റെസിപ്രോക്കൽ സൈൻ്റെ ഇതിൻ്റെ റെസിപ്രോക്കൽ 2/√3, ഇവിടെ വരുമ്പോൾ എത്ര 1. കണ്ട് ഇതാണ് ട്രിഗണോമെട്രിക് വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്കിൻ്റെ 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ചാർട്ട് നോക്കി മനസ്സിലാക്കാൻ അതേ പഠിക്കാൻ വയ്യാത്തവർ ദാണ്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ട്രയാങ്കിൾ നോക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈന്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാന്, ബാക്കിയെല്ലാം റെസിപ്രോക്കൽസ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാല്യൂസ്. ട്രിഗണോമെട്രിക് വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കുറച്ച് നമ്മൾ പലതവണ ഉരുവിട്ട് കഴിയാമെങ്കിൽ, പലതവണ നമ്മൾ പഠിച്ചു കഴിയാമെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ടങ്ങിരിക്കും. എന്ത് നമ്മൾ ട്രിഗണോമെട്രിയുടെ വിലകൾ എപ്പോൾ ഓർത്തു വന്നാലും ഈ വിലകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, എഴുതിയെടുക്കുക. നമുക്ക് പഠിക്കേണ്ട അടുത്ത 2 ഭാഗം, ഇനി വലിയ കാര്യമില്ല, അടുത്ത 2 ഭാഗവും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നിങ്ങൾ എഴുതിക്കോണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കേട്ടോ. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് 6 എണ്ണത്തിൻ്റെ സൈൻ ഒന്ന് പഠിച്ചു വെക്കണം, അത്രയേ ഉള്ളൂ. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതിനകത്ത് സൈൻ ഓഫ് ആംഗിൾ -x, സൈൻ്റെ ആംഗിൾ മൈനസ് ആണെങ്കിൽ, സൈൻ്റെ കൂടെ വരുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, സൈൻ ഓഫ് ആംഗിൾ -xന് പകരം -θ, നമ്മൾ തീറ്റ വെച്ചല്ലേ പഠിച്ചു വന്നേ. അല്ല, സൈൻ ഓഫ് ആംഗിൾ -θ. സൈൻ -θ എന്ന് പറഞ്ഞാൽ സൈൻ്റെ ആംഗിൾ മൈനസ് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ ആൻസർ -sin θ ആയിരിക്കും. കണ്ടല്ലോ, ആംഗിളിനകത്ത് കിടക്കുന്ന -sin θ പുറത്തെടുത്തു. അല്ല, സൈൻ ഓഫ് -θ ഈക്വൽ ടു -sin θ. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഉണ്ട്, അത് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് അതൊന്ന് അറിഞ്ഞെടുക്കുക. സൈൻ -θ -sin θ. കോസ് -θ ഈക്വൽ ടു കോസ് θ. കോസ് -θ ഈക്വൽ ടു എന്താണ്? കോസ് θ. കോസ് -θ ഈക്വൽ ടു കോസ് θ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ടാൻ -θ ഈക്വൽ ടു -tan θ. സൈൻ -θ -sin θ, കോസ് -θ കോസ് θ,
ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ, കോട്ട് മൈനസ് തീറ്റ മൈനസ് കോട്ട് തീറ്റ, സീക്ക് മൈനസ് തീറ്റ മൈനസ് സീക്ക് തീറ്റ, സീക്ക് മൈനസ് തീറ്റ സീക്ക് തീറ്റ, കൊസീക്ക് മൈനസ് തീറ്റ മൈനസ് കൊസീക്ക് തീറ്റ, സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ, ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ, കോട്ട് മൈനസ് തീറ്റ മൈനസ് കോട്ട് തീറ്റ, സീക്ക് മൈനസ് തീറ്റ സീക്ക് തീറ്റ, കൊസീക്ക് മൈനസ് തീറ്റ മൈനസ് കൊസീക്ക് തീറ്റ എന്ന് വെച്ചാൽ അർത്ഥം കോസും സീക്കും മാത്രമേ കോസ് എന്ന് പറയുന്നതും സീക്ക് എന്ന് പറയുന്നതും മാത്രമേ സൈൻ്റെ കേസിൽ പോസിറ്റീവ് ആകത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് എന്തുവാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ. ചിഹ്നം നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ചിഹ്നം വരുന്ന രീതിയാണ് സൈൻ മൈനസ് തീറ്റ. ആംഗിൾ വരുമ്പോൾ മൈനസ് വരുമ്പോൾ എങ്ങനെയായിരുന്നു? സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ, ടാൻ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ എക്സെട്ര, കൊസീക്ക് മൈനസ് തീറ്റ സീക്വൽ ടു മൈനസ് കൊസീക്ക് തീറ്റ. അവിടെ പോസിറ്റീവ് ആകുന്നത് കോസും സീക്കും മാത്രമേ എന്താകത്തുള്ളൂ? പോസിറ്റീവ് ആകത്തുള്ളൂ. എഴുതിയെടുക്കുക. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറൻറ്റ് ക്വാഡ്രൻറ്റ്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിനകത്തേക്ക് കിടക്കാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറൻറ്റ് ക്വാഡ്രൻറ്റ്. വ്യത്യസ്തങ്ങളായ ക്വാഡ്രൻറ്റുകളിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ചിഹ്നം എന്താണ്? അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് ക്വാഡ്രൻറ്റ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് വൈ ആക്സസ് വരച്ചിട്ട് ഇത് ക്വാഡ്രൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. മലയാളത്തിൽ ഒന്നാം ചതുർത്ഥാംശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് തേർഡ് ക്വാഡ്രൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഒന്നാമത്തത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, രണ്ടാമത്തത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, മൂന്നാമത്തത് തേർഡ് ക്വാഡ്രൻറ്റ്, നാലാമത്തത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതാണ് നമ്മുടെ ക്വാഡ്രൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഓരോ ക്വാഡ്രൻറ്റിലും എങ്ങനെയാണ് ഇതിൻ്റെ ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ വിലകൾ എങ്ങനെയാണ് കിടക്കുന്നത്, സൈൻ എങ്ങനെയാണെന്ന് അറിയേണ്ടത്. ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് all trigonometric values are positive. all trigonometric functions അല്ലെങ്കിൽ all trigonometric values are positive. in first quadrant all trigonometric values are positive. അതാരൊക്കെയാണ്? all are positive. sin positive, cos positive, tan positive, cot positive, sec positive, കൊസീക്ക്, ഇവരെല്ലാവരുടെയും വിലകൾ എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സൈൻ കോസ് ടാൻ കോട്ട് സീക്ക് ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. ഓൾ ആർ പോസിറ്റീവ്. അതാ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓൾ ട്രിഗണോമെട്രിക് വാല്യൂസ് അല്ലെ ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുവാണെങ്കിൽ സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്തൊക്കെയാണ് മക്കളെ? സൈനും കൊസീക്കും പോസിറ്റീവ്. പോയി കഴിഞ്ഞിട്ട് കോസ് ടാന് കോട്ട് സീക്ക്. സൈനും കൊസീക്കും പോയി കഴിഞ്ഞാൽ പിന്നെ കോസ് ടാന് കോട്ട് സീക്ക്. ഈ 4 വിലകൾ ഇവിടെ ആരായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അന്നേരം നമുക്ക് പറയാം ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റിനകത്തേക്ക് വരുമ്പോൾ ടാൻ ആൻഡ്
കോട്ട് ആർ പോസിറ്റീവ്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും, ടാനും അതിൻ്റെ റെസിപ്രോക്കലും ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻ്റ് എടുക്കാമെങ്കിൽ കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്, കോസും സീക്കും പോസിറ്റീവ് ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. കണ്ടേ? അതിനാണ്ട് ഇതിനെ ഓൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എ എന്ന് വിളിക്കാം. സൈൻ ആൻഡ് കോസ് ആർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ എസ് എന്ന് വിളിക്കാം. ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ ടി എന്ന് വിളിക്കാം. കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മക്കളെ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? സി എന്നും വിളിക്കാം. ഇങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓൾ പോസിറ്റീവ് എ, സൈൻ ആൻഡ് സീക്ക് ആർ പോസിറ്റീവ് എസ്, ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ് ടി, അതാ ടാൻ. കോസ് ആൻഡ് സീക്ക് കോസ് ഉണ്ടല്ലോ. ഓൾ പോസിറ്റീവ്, സൈൻ പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ്, ടാൻ പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ്, കോസ് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ്. എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറയും, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. കണ്ടല്ലോ? ഓൾ അതായത് എ, സ്റ്റുഡൻറ്റ് എസ്, ടേക്ക് ടി, കോഫി അല്ലെ ചോക്ലേറ്റ് അല്ലെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, സി ചേർന്നത്. അതെന്തെടുത്തു? നമ്മൾ സി എന്നെടുത്തു. അന്നേരം നമ്മൾ എന്തെടുത്തു? ഓൾ സ്റ്റുഡൻറ്റ് ടേക്ക് കോഫി. ചിലവരിങ്ങനെ പറയും ഓൾ സിൽവർ ടീ കപ്പ്, അതും ശരിയാണ്. ഓൾ സിൽവർ ടീ കപ്പ്. കണ്ടല്ലോ? അത് നമുക്കിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് എഴുതാം. കണ്ടല്ലോ? അത് നമുക്ക് എന്തെടുക്കാം മക്കളെ? എന്നിട്ട് പഠിച്ചോണം. ഓൾ എന്ന് വെച്ചാൽ എ, സ്റ്റുഡൻസ് എസ്, ടേക്ക് ടി, കോഫി സി. കണ്ടല്ലോ? അത് ഇങ്ങനെ നമുക്ക് ചേർത്ത് നമുക്ക് എഴുതി എടുക്കാൻ പറ്റും. കണ്ടല്ലോ? അരെ ഇതാണ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറൻറ്റ് ക്വാഡ്രൻറ്റ്. എഴുതിയെടുക്കുക. ഇനി നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അതർ 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അതർ 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസുകൾ നമുക്ക് എടുക്കണം. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ദാണ്ട് ഇങ്ങനെയാണ്. ചോദ്യം ഒന്നിങ്ങനെയാണ്. ചോദ്യം 1, കോസ് എക്സ് ഈക്വൽ ടു -1/2, കോമ ഇട്ടിട്ട് എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. അതാണ്ട് അത് നെഗറ്റീവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പഠിച്ചേക്കുന്ന ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. അതൊക്കെ നല്ലതാണ്, പഠിച്ചു വെച്ചിരിക്കണം. പുറകാല വരുന്ന പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടടുത്ത് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ട്രിഗണോമെട്രി ഒന്നും വേണ്ട. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ആ കൊച്ചു മെത്തേഡ് ഉണ്ടല്ലോ, സിമ്പിൾ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നു. താണ്ടെ കോസിൻ്റെ ചിഹ്നം തൽക്കാലത്തേക്ക് മറക്കുക. എന്നിട്ട് നമ്മൾ ഒരു ട്രിഗണോമെട്രി, ഒരു ട്രയാങ്കിൾ, ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മെഷറിംഗ് ആണ് നാം പഠിച്ചു വച്ചേക്കുന്നത്. അരുന്നാണ്ട് ഇതെടുത്തു. എക്സ് എന്ന് പറയുന്ന ആംഗിൾ ദാണ്ട് ഇവിടെ ഞാൻ കൊണ്ടു കൊടുത്തു. ഇദ്ദേഹത്തിനൊരു പേര് കൊടുത്തു ABC. കണ്ടല്ലോ? ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് ABC എന്ന് പേര് കൊടുത്തു കഴിഞ്ഞിട്ട്
നമ്മൾ എടുത്ത് കോസിൻ്റെ വില തന്നിട്ടുണ്ട് 1/2. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അരം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കണ്ടല്ലോ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ആരെ കണ്ടുപിടിക്കണം മക്കളെ? എ ബി കണക്കാക്കണം. എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡല്ലേ എ ബി? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4, 4 നിന്ന് 1 പോയാൽ 3, √3. അന്നേരം ഇത് എത്ര കിട്ടി മക്കളെ? √3. ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും എഴുതണം. നമ്മളെല്ലാം നിരത്തി അങ്ങ് എഴുതുകയാണ്. ഇതാണ്ടേ സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. സൈൻ എക്സ് എന്തുവാണ്? ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ താഴോട്ടൊന്ന് മാറ്റി എഴുതാം. അവിടെ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതണം. സൈൻ എക്സ് √3/2 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എക്സ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് അതിൻ്റെ ചിഹ്നമൊക്കെ വരും. കോസ് എക്സ് 1/√2. അടുത്തത് ടാൻ എക്സ്. ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു √3. √3/1 √3. എന്നിട്ട് കൊസീക്ക് എക്സ് ഇങ്ങനെ എഴുതിയാൽ എളുപ്പം നിങ്ങൾക്ക് എഴുതാം. കൊസീക്ക് എക്സ് ഇയാളുടെ റെസിപ്രോക്കൽ അങ്ങ് എഴുതിയാൽ മതി, 2/√3. ഇവിടെ സീക്ക് എക്സ് അയാളുടെ റെസിപ്രോക്കൽ അങ്ങ് എഴുതിയാൽ മതി, 2/1 2. ഇവിടെ ടാനിൻ്റെത് റെസിപ്രോക്കൽ കോട്ടെക്സ്, അതിൻ്റെ എന്താണ് മക്കളെ? 1/√3. എന്നിട്ട് അവർ പറയുന്നു എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റ്. ഇവിടെ ആരൊക്കെയാണ് പോസിറ്റീവ്? ടാനും കോട്ടുമാണ് പോസിറ്റീവ്. നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ആൻഡ് കോട്ട് ആർ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? ടാനും കോട്ടും പോസിറ്റീവ്. അതെഴുതാണ്ടേ ഈ സെൻറ്റൻസ് എടുത്താണ്ട് ഈ സ്പേസിൽ അങ്ങോട്ട് എഴുതണം. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് കോമ ഇട്ടിട്ട് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ്. എക്സ് ലൈസിന് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കിടന്ന് ഒത്തിരി ബുദ്ധിമുട്ടും. ഇതങ്ങോട്ട് എഴുതി തീർത്തിട്ട് ഒരു മണ്ടയ്ക്കൊരു ലൈൻ എഴുതാനുള്ള സ്ഥലം ഇട്ടിട്ട് ഇതങ്ങോട്ട് എഴുതുക. എന്നിട്ട് എക്സ് ലൈസിൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ്. നോക്കിയേ, ടാൻ എക്സും കോട്ടെക്സും പോസിറ്റീവ്. ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ് ആൻഡ് ആൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. ഇതാണ്ടേ കോസ് നെഗറ്റീവ് ആയല്ലോ, കണ്ടല്ലോ. ആൻഡ് ആൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. അതെങ്ങനെ ആദ്യം ചെയ്യേണ്ടത്? കോസ് എക്സിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എടുക്കുക. എടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ √3 എന്ന് നമുക്ക് കിട്ടി. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്തെഴുതി? സൈൻ എഴുതി, കോസ് എഴുതി, ടാൻ എഴുതി. സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കൊസീക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ, സീക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ, കോട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ. എന്നിട്ട് അവർ ചോദ്യത്തിനകത്ത് പറഞ്ഞു എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവ്. ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ് ആൻഡ് ആൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. ടാൻ എക്സും കോട്ടെക്സും പോസിറ്റീവ് എന്ന് കൊടുത്തു. ബാക്കിയെല്ലാം എന്തായി? നെഗറ്റീവായി. കണ്ടല്ലോ. സൈൻ എക്സ് ഈക്വൽ ടു 3/5. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രിഗണോമെട്രി ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ട്രിഗണോമെട്രി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ വെച്ചാണ് പറയുന്നത്. ഏത് ട്രയാങ്കിളിൻ്റെയും പറയുന്നുണ്ട്, പക്ഷേ അത് റൈറ്റ് ട്രയാങ്കിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ എക്സ് എന്നെടുത്തു. ഇത് എ ബി സി. സൈൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3 5 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ബി സി കണക്കാക്കണം. ബി സി ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് ആണ് വേണ്ടത്.
ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 25 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതായത് ഇത് എത്ര കിട്ടി? 4. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ലൈൻ അവിടെ ഇട്ടേക്കുക. അതിന് താഴോട്ട് എഴുതിയിട്ട് ഈ ലൈൻ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയ മക്കളെ, ഒരു ലൈൻ വിട്ടിട്ട് ഞാൻ ഇവിടെ എഴുതുന്നു സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5. അതിനുശേഷം നമ്മൾ കോസ് എക്സ് എഴുതുന്നു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ടാൻ എക്സ് എഴുതുന്നു. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/4. ഇനി റെസിപ്രോക്കൽ എടുക്കുന്നു കൊസീക് എക്സ് 5/3. സൈൻ്റെ റെസിപ്രോക്കൽ 5/3. ഇവിടെ വരുമ്പോൾ സീക്ക് എക്സ് 5/4. ഇവിടെ വരുമ്പോൾ കോട്ട് എക്സ് 4/3. സൈൻ എക്സ് 3/5, കോസ് എക്സ് 4/5, ടാൻ എക്സ് 3/4. കൊസീക് എക്സ് 5/3, സീക്ക് എക്സിൻ്റെ റെസിപ്രോക്കൽ, കോട്ട് എക്സ് ഇതിൻ്റെ റെസിപ്രോക്കൽ. എന്നിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നു എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അതിന് എഴുതണം സിൻസ് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. മക്കളെ ഇതല്ലേ സെക്കൻഡ് ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റ് നമുക്കറിയാം ആരൊക്കെയാ പോസിറ്റീവ്? സൈനും കൊസീക്കും പോസിറ്റീവ്. കണ്ടല്ലോ. സിൻസ് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കോമ സൈൻ എക്സ് ആൻഡ് കൊസീക് എക്സ് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. സൈൻ എക്സ് ആൻഡ് കൊസീക് എക്സ് ആർ പോസിറ്റീവ്. കണ്ട ഇങ്ങനെ എഴുതിയാൽ നമുക്ക് നേരെ താഴെ മണ്ടയ്ക്കും കൊടുത്താൽ മതി. ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. എന്ത് എളുപ്പമാണ്, ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്ത് തീർക്കാം. ഞാനിത് പറയുകയും വീണ്ടും പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ട സൈഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ 6 റിലേഷൻ എഴുതി, 6 റേഷ്യോസ് നമ്മൾ എഴുതി. അതിനുശേഷം ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞ് സൈൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇത്രയും ചെയ്ത ആ ആൻസർ ആയി. എഴുതിയെടുക്കുക. കണ്ടല്ലോ. എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. സീക്ക് എക്സ് ഈക്വൽ ടു 13/5, എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോഴും നമ്മൾ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുന്നു. ഇത് എക്സ് എന്ന് വിളിച്ചു. എപ്പോഴും ABC കൊടുത്താൽ നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി ഒന്ന് കൊടുത്തു PQR. എക്സ് നമ്മൾ കൊടുത്തു. സീക്ക് എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ റെസിപ്രോക്കലാണ്. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? PQ കണ്ടുപിടിക്കണം. നമുക്ക് PQ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് 5ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 169 മൈനസ് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 144. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇതെത്ര കിട്ടി മക്കളെ? 12 എന്ന് കിട്ടി. 144ൻ്റെ സ്ക്വയർ റൂട്ട് 12. കണ്ടല്ലോ. അന്നേരം നമുക്ക് ഇത്രയും നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഒരു ലൈൻ വിട്ടിട്ട് സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എക്സ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊസീക് എക്സ് 13/12. ഇതിൻ്റെ റെസിപ്രോക്കൽ സീക്ക് എക്സ് 13/5. ഇതിൻ്റെ റെസിപ്രോക്കൽ കോട്ട് എക്സ് 5/12. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നു എക്സ് ലൈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. നാലാമത്തെ ക്വാഡ്രൻ്റ് നോർത്തെ. നാലാമത്തത് ഇതാണ്. ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഇതാണ്. ഇവിടെ കോസും സീക്കുമാണ് മക്കളെ പോസിറ്റീവ്. കണ്ടല്ലോ. അത് നമുക്കിവിടെ എഴുതാം കോസ് എക്സ് ആൻഡ്
സീക്ക് എക്സ് ആർ പോസിറ്റീവ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും നെഗറ്റീവാണ്. അത് ഇയാളും പോസിറ്റീവ്, ഇയാളും പോസിറ്റീവ്. ബാക്കി എല്ലാ ആൾക്കാരും എന്താണ് മക്കളെ? ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. 1-2 കണക്കും കൂടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കും. നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്ന പ്രോബ്ലവുമാണ്. കാരണം വളരെ ശ്രദ്ധാപൂർവം പഠിച്ചെഴുതിയെടുക്കുക. കണ്ടല്ലോ, ടാൻ എക്സ് ഈക്വൽ ടു -5/12. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. ടാൻ എക്സ് ഈക്വൽ ടു -5/12. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലാണ് എക്സ് ലൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എക്സ് വൈ ഇസഡ്. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈനൊക്കെ അവിടെ അങ്ങ് നിൽക്കട്ടെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഇസഡ് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 144 പ്ലസ് 25 169. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 13. നമുക്കറിയാവുന്നതാണ് 12ൻ്റെ സ്ക്വയർ 144, 5ൻ്റെ സ്ക്വയർ 25. അത് നമുക്ക് 169 കിട്ടി. ഈക്വൽ ടു എത്ര കിട്ടി? 13 കിട്ടി. ആയിട്ടൊരു ലൈൻ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/30. കോസ് എക്സ് ഈക്വൽ ടു adjacent side by hypotenuse 12/30 and tan x equal to opposite side by adjacent side 5/12. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ സൈൻ്റെത് കൊസീക്ക് എക്സ് ഈക്വൽ ടു 13/5. ഇങ്ങനെ അങ്ങ് എഴുതാമെങ്കിൽ എളുപ്പമാണ്. കോസിൻ്റെ റെസിപ്രോക്കൽ അതിൻ്റെ അടിയിൽ എഴുതുക. സീക്ക് എക്സ് ഈക്വൽ ടു റെസിപ്രോക്കൽ എത്ര മക്കളെ? 13/12. ആൻഡ് ടാനിൻ്റെ റെസിപ്രോക്കൽ മക്കളെ കോട്ടെക്സ് ഈക്വൽ ടു 12/5 എഴുതിയല്ലോ. എന്നിട്ട് അവിടെ നോക്കിയേ, എക്സ് ലൈസ് ഇൻ ഏത് ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അന്നേരം നമുക്ക് പറയാം എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലാണ് ആര് കിടക്കുന്നത് മക്കളെ? എക്സ് കിടക്കുന്നത്. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. എന്നിട്ട് നമുക്ക് പറയാം എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇതല്ലേ മക്കളെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റ് അതല്ലേ? അവിടെ ആരൊക്കെയാണ് പോസിറ്റീവ്? സൈൻ ആൻഡ് കൊസീക്ക് ആർ പോസിറ്റീവ്. കണ്ടല്ലോ, സൈനും കൊസീക്കും പോസിറ്റീവാണ്. അത് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കോമ സൈൻ എക്സ് ആൻഡ് കൊസീക്ക് എക്സ് ആർ പോസിറ്റീവ്. സൈൻ എക്സും കൊസീക്ക് എക്സും പോസിറ്റീവ്. മക്കളെ നോക്കിയേ, സൈൻ എക്സും കൊസീക്ക് എക്സും ആരാണ്? പോസിറ്റീവ്. ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. ബാക്കി എല്ലാ ആൾക്കാരും എന്താണ് മക്കളെ? നെഗറ്റീവ്. കണ്ടല്ലോ, കിട്ടിയണ്ടേ? കോസ് എക്സ് നെഗറ്റീവ്, സീക്ക് എക്സ് നെഗറ്റീവ്, ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ നെഗറ്റീവ്. എല്ലാ വാല്യൂസും നമുക്ക് എടുത്തെഴുതാൻ പറ്റി. കണ്ടേ? അടുത്തൊരു ചോദ്യം, ഫൈൻഡ് സൈൻ എക്സ് ആൻഡ് ടാൻ എക്സ്. ഫൈൻഡ് സൈൻ എക്സ് ആൻഡ് ടാൻ എക്സ്. ഇഫ് സീക്ക് എക്സ് ഈക്വൽ ടു -13/12 കോമ ഇട്ടിട്ട് എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. നമുക്കിവിടെ എല്ലാം കണ്ടുപിടിക്കേണ്ട, സൈൻ എക്സും ടാൻ എക്സും മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് നോക്കാം. താണ്ടെ ആ സീക്ക് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? സീക്ക് എക്സ് ഈക്വൽ ടു -13/12.
അവിടെ നമ്മൾ ചിഹ്നം അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത് അങ്ങ് എടുത്തെഴുതുന്നു എക്സ്. സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എ ബി സി. ഫസ്റ്റ് വൺ നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നു? എ ബി കണക്കാക്കുന്നു. എ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169 മൈനസ് 144. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഈക്വൽ ടു 5. കണ്ടല്ലോ എങ്ങനെയാണ്? ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ, 13ൻ്റെ സ്ക്വയർ മൈനസ് 12ൻ്റെ സ്ക്വയർ. 13 സ്ക്വയർ 169, 12 സ്ക്വയർ 144, 12ൻ്റെ 140. നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെറിയ സംഖ്യയുടെ സ്ക്വയറുകളല്ലേ. 169 നിന്നും 144 പോയി കഴിഞ്ഞാൽ 25. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. 5 × 5 ആണ് 125. അല്ല സോറി, 5 × 5 ആണ് 25. അരം 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. ഒരു ലൈൻ എഴുതാൻ അവിടെ സ്ഥലമുണ്ടല്ലോ. ആ അവിടെ എഴുതേണ്ട ആ ഒരു ലൈൻ തന്നെ ഇവിടെ കൂടി ഇട്ടിട്ട് നമുക്ക് വേണ്ടത് സൈൻ എക്സും ടാൻ എക്സും. സൈൻ എക്സ് ഈക്വൽ ടു ദാണ്ട് ഇത് എത്ര കിട്ടിയ 5. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5/30. ടാൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എക്സ് എവിടാ നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രൻറ്റ്. തേർഡ് ക്വാഡ്രൻറ്റ് കോമ ഇവിടുത്തെ മാത്രം എഴുതിയാൽ മതി. ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവാണ്. നമ്മൾ ടാൻ എക്സ് മാത്രമേ നമുക്ക് ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. ടാൻ എക്സ് ഈസ് പോസിറ്റീവ്. ദിസ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ടാൻ എക്സ് ഈസ് പോസിറ്റീവ്, സൈൻ എക്സ് മാറിപ്പോയി. ടാൻ എക്സ് ഈസ് പോസിറ്റീവ്, സൈൻ എക്സ് ഈസ് എന്താണ്? നെഗറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ മക്കളുമാർ ശ്രദ്ധിച്ചാൽ ഇവിടല്ലേ തേർഡ് ക്വാഡ്രൻറ്റ്? ഇവിടല്ലേ നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ്, ടാനും കോട്ടും എന്താണ്? പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ്. കാരണം ടാൻ എന്ന് പറയുന്ന വിലയും കോട്ട് എന്ന് പറയുന്ന വിലയും പോസിറ്റീവാണ്. നമ്മുടെ ചോദ്യത്തിനകത്ത് സൈൻ എക്സും ടാൻ എക്സും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്, ടാൻ എക്സ് ഈസ് പോസിറ്റീവ്. വേണമെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതാം സൈൻ എക്സ് ഈസ് നെഗറ്റീവ്. സൈൻ എക്സ് എന്താണ്? നെഗറ്റീവാണ്. അല്ല സൈൻ എക്സിന് ഞാൻ നെഗറ്റീവ് കൊടുത്തു, ടാൻ എക്സിന് ഞാൻ എന്ത് കൊടുത്തു? പോസിറ്റീവ് കൊടുത്തു. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. ചോദ്യത്തിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൈൻ എന്തായിട്ട് കൊടുത്തു? നെഗറ്റീവായിട്ട് നമ്മൾ കൊടുത്തു. കണ്ടല്ലോ. അടുത്ത ചോദ്യം, cot x equal to minus 5/12. If cot x equal to minus 5/12, x lies in second quadrant. X lies in second quadrant. രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലാണ് എക്സ് നിൽക്കുന്നത്. ഫൈൻഡ് cosec x and sec x. Find cosec x കണ്ടുപിടിക്കണം. Find the value of cosec x and sec x. Find cosec x and sec x. ആരെന്തുവാ? cot x equal to minus 5/12. X lies in second quadrant. Find cosec x and sec x. cosec x ഉം sec x ഉം കണ്ടുപിടിക്കണം. നോക്കിയേ, ആദ്യം നമുക്ക് ഇതങ്ങോട്ട് എടുത്തെഴുതാം. കോട്ടെക്സിൻ്റെ നമ്മൾ എഴുതുന്നു. ഇവിടെ എ ബി സി പേര് കൊടുത്തു. കോട്ടെക്സ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അന്നേരം അഡ്ജസൻറ്റ് സൈഡ്
ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് എന്തെന്ന് പറയുന്നത് കോട്ടെക്സ്. ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതിൻ്റെ റെസിപ്രോക്കലാണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് എന്ത് കോട്ടെക്സ്. നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം മക്കളെ? എ സി കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ഇവിടുത്തെ ചിഹ്നം ഇവിടെ വന്നില്ലല്ലോ എന്നോർത്ത് ആരും ദുഃഖിക്കേണ്ട. ചിഹ്നവും കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ പിന്നെ ക്വാഡ്രൻ്റൊക്കെ വരച്ച് ആ സംഖ്യ എവിടെയാണോ വരുന്നത് അവിടെയൊക്കെ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ചിഹ്നം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത് എല്ലാം ചെയ്തിട്ട് എക്സിൽ ഐസിന് ഇന്ന ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതിയാൽ മതി. അരം ഇവിടെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ 25, 12ൻ്റെ സ്ക്വയർ 144. നമുക്കറിയാം 5 ഗുണം 5 25, 12 ഗുണം 12 144. ദാറ്റ് ഈസ് ഈക്വൽ ടു 144ഉം 25ഉം കൂടെ കൂട്ടിയാൽ 169. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടും മക്കളെ? 13. എത്ര കിട്ടി? 13 എന്ന് നമുക്ക് എന്ത് കിട്ടി? സ്ക്വയർ റൂട്ട് കിട്ടി. എ സി ഈക്വൽ ടു 13. അരെന്നാണ്ട് ഇതാണ് 13. കണ്ടല്ലോ മക്കളെ, എ സി ഈക്വൽ ടു 13. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അതൊന്നും നമ്മൾ അങ്ങനെ എഴുതുന്നില്ല, നമ്പേഴ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി മക്കളെ? 13 എന്ന് നമുക്ക് കിട്ടി. ആ സെൻറ്റൻസ് എഴുതാനുള്ള സ്ഥലം ഇടുന്നു എക്സിലൈസ്. അതങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് വേണ്ട ആരൊക്കെയാ മോളെ? കൊസീക്ക് എക്സ് വേണം മക്കളെ. കൊസീക്ക് എക്സ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അതാണ്. അതായത് സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. സൈൻ എന്തുവാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് 13/12. പിന്നെ ആരാ മക്കളെ ഉള്ളത്? സീക്ക് എക്സ്. കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എക്സ്. ആരുടെ റെസിപ്രോക്കലാ? കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ആരാ മക്കളെ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആരാ? 13 ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ? 5. അത് നമ്മൾ ക്വാഡ്രൻറ്റിനകത്തേക്ക് പോകണം. എന്തുവാണ് പറഞ്ഞേക്കുന്നത്? എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. മക്കളെ തേർഡ് ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ്. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ഏതാണ്ട് ഇവിടെ വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഇവിടെ ആണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് അവിടെ വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് സൈൻ എക്സും അതുപോലെ തന്നെ കൊസീക്ക് എക്സും പോസിറ്റീവ്. സൈൻ എക്സ് ആൻഡ് കൊസീക്ക് എക്സ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാ? സൈനും കൊസീക്കും പോസിറ്റീവ്. സൈൻ എക്സ് ആൻഡ് കൊസീക്ക് എക്സ് ആർ പോസിറ്റീവ്. ഇപ്പോൾ നോക്കിയ മക്കളെ, അതിനിവിടെ എഴുതാം സൈൻ എക്സ്. ഇവിടെ വരേണ്ടതിനകത്ത് കൊസീക്കും സീക്കുമാണ്. അത് നമുക്ക് എഴുതാം കൊസീക്ക് എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് സീക്ക് എക്സ് ഈസ് നെഗറ്റീവ്. കൊസീക്ക് എക്സ് പോസിറ്റീവും സീക്ക് എക്സ് ആരാ മക്കളെ? നെഗറ്റീവും. അതാണ്ട് ഇതല്ലേ കൊസീക്ക് എക്സ്? അയാൾ പോസിറ്റീവും സീക്ക് എക്സ് ഇദ്ദേഹമല്ലേ? അതാരാണ്? നെഗറ്റീവ്. കണ്ടല്ലോ, കൊസീക്ക് എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് സീക്ക് എക്സ് ഈസ് എന്തെന്ന് കിട്ടി മക്കളെ? നെഗറ്റീവ് എന്നും നമുക്ക് കിട്ടി. അതെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക, എഴുതിയെടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഈ പാഠഭാഗം, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിടം തൊട്ടുള്ള പാഠഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു വെക്കുക. കാരണം തുടർന്ന് അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഏവർക്കും നന്ദി.